പാലക്കാട് നെന്മാറയിൽ ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന മോഷണം നടത്തി ബി.ജെ.പി. സ്ഥാനാർത്ഥി 2020 നെന്മാറ പഞ്ചായത്തിലെ 17-ാം വാർഡ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്ന പ്രഭാവതിയാണ് പോലീസ് പിടികൂടിയത്. കണിമംഗലം പുഴയ്ക്കൽത്തറ മാരിയമ്മൻ ക്ഷേത്രത്തിലാണ് പ്രഭാവതി മോഷണം നടത്തിയത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഒരു സ്ഥാനാർത്ഥിയാണ് ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയതെന്നുള്ള വിചിത്രമായ വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. എന്താണ് സംഭവം? എങ്ങനെയാണ് സ്ഥാനാർത്ഥി? അതിൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? എന്താണ് സംഭവിച്ചത് അവിടെ? ജിൽസി, കണിമംഗലം പുഴയ്ക്കൽ മാരിയമ്മൻ ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. ഈ മോഷണവുമായി ബന്ധപ്പെട്ട് നെന്മാറ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 2020 ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രഭാവതി പിടിയിലാകുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രഭാവതി ക്ഷേത്രത്തിനകത്തേക്ക് കയറുകയും ഭണ്ഡാരം പൊളിച്ച് അതിലുണ്ടായിരുന്ന പണം മുഴുവൻ അപഹരിക്കുകയും ചെയ്യുന്നതായി ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇതേ തുടർന്നാണ് പോലീസ് ഈ പ്രഭാവതിയെ പിടികൂടുന്നത്. ബി.ജെ.പി. നേതൃത്വം വിശദീകരിക്കുന്നത് ഈ 3 വർഷം മുൻപ് മറ്റൊരു സംഭവത്തിൽ, അതായത് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ ഇവരെ പ്രതി ചേർത്തിരുന്നു. അതേ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നുള്ളതാണ് ഇവർ ബി.ജെ.പി. നേതൃത്വം വിശദീകരിക്കുന്നത്. എന്തായാലും 2020 നെന്മാറ പഞ്ചായത്തിൽ തന്നെ ഇവർ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ബി.ജെ.പിയുടെ പ്രാദേശിക നേതാവുമായിരുന്നു. എന്നാൽ മുക്കുപണ്ടം പണയം വെച്ച സംഭവത്തിൽ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ കേസിലാണ് നെന്മാറ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.